നമുക്ക് നല്ലൊരു ക്രീമി ചിക്കൻ ഉണ്ടാക്കാം. അത് വെജിറ്റബിൾ കൂടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഞാൻ ഇതുണ്ട്, ഈ ചിക്കൻ്റെ വിങ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് ഞാൻ വാഷ് ചെയ്തൊരു 4 ചിക്കൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ആദ്യം മാരിനേറ്റ് ചെയ്യണം. അതിന് ഞാൻ നാരങ്ങാനീര്, ഉപ്പ്, കുരുമുളക് പൊടി ഇത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഞാൻ അതിനെ ഈ മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് പിന്നെ കോൺഫ്ലവർ ഉണ്ട്, കോൺഫ്ലവറിനകത്ത് മുക്കി ബ്രെഡ് ക്രംസിനകത്ത് ഞാൻ മുക്കിയിട്ടാണ് അത് പിന്നെ നമുക്ക് കടയ്ക്കകത്ത് നമ്മൾ ഇടുന്നത്. ആദ്യം പിന്നെ നമുക്ക് ഇതിന് വേണ്ടി വെജിറ്റബിളൊക്കെ ഞാൻ ഇതെല്ലാ വെജിറ്റബിളും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ഉണ്ട്, ബ്രോക്കോളി ഉണ്ട്, ഇത് ബേബി കോണാണ്, മഷ്റൂം എടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളിയുണ്ട്, ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ എടുക്കാം. നമുക്കൊരു കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ 3 കളറിൽ സിംല മിർച്ച് എടുത്തിട്ടുണ്ട്. റെഡും ഗ്രീനും യെല്ലോയും 3. ഇതെല്ലാം നമുക്കൊരു ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഈ ചിക്കനും മാരിനേറ്റ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ മൊസറല്ല ചീസാണ് ഇത് നല്ലതുപോലെ ഒന്ന് അതിനകത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇനി നമുക്ക് പിന്നെ മസാല ഞാൻ ഈ ചില്ലി ഫ്ലേക്കാണ് എടുത്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്ക് കിട്ടാനില്ലാത്തവർ ഈ നമ്മൾ വറ്റൽമുളക് മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുത്താൽ മതി. നമുക്ക് ഇച്ചിരി ബട്ടറും വേണം. ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. കൂടത്തിൽ സോയാ സോസും വേണം. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ചിക്കൻ്റെ വിങ്സ് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്യാം. സെൻറ്ററിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈ മൊസറല്ലയും നിറയ്ക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ നമുക്ക് ഈ കുരുമുളക് പൊടി ഒന്ന് നല്ലപോലെ ഇടാം. അതിൻ്റെ മേളിൽ ഉപ്പും കുരുമുളക് പൊടിയും നമുക്ക് നാരങ്ങ നീരും നല്ലപോലെ ഒന്ന് ഒഴിക്കാം. അതൊന്ന് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഇനി മൊസറല്ല ചീസ് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് നമ്മളിങ്ങനെ ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തതിനകത്ത് നല്ലപോലെ ഒന്ന് നിറച്ച് വെക്കാം. ഇത് നമ്മൾ നിറച്ചിട്ട് ആദ്യം ഞാൻ ഈ മുട്ട അടിച്ചു വെച്ചിരിക്കുന്നതിനകത്ത് ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കോൺഫ്ലവറിനകത്തോട്ടൊന്ന് മുക്കാം. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിനകത്ത് മുക്കിയെടുക്കാം. ഇനി ഇത് നമ്മൾ കടയിൽ വെക്കുന്നത്. ബാക്കി എല്ലാ പീസും ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി അകത്തോട്ട് നല്ലപോലെ കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ചീസ് അങ്ങനെ ഇറങ്ങിപ്പോവാതെ ഇരിക്കും. നമുക്കത് നല്ലപോലെ അകത്തോട്ട് ഫില്ല് ചെയ്ത് വെച്ചാൽ കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ട് കാണാം. നമ്മൾ ഇച്ചിരി അകത്തോട്ട് നല്ലപോലെ വെച്ച് മൊസറല്ല ആകുമ്പോൾ നമുക്ക് ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ തന്നെ ബാക്കി എല്ലാ പീസും ഞാൻ റെഡിയാക്കിയതാണ്. ഇങ്ങനെ ഈ മുട്ടയ്ക്കകത്തോട്ട് ഒന്നുകൂടെ നമുക്ക് മുക്കിയെടുക്കാം. കോൺഫ്ലവറിനകത്ത് മുക്കി നമുക്ക് ബ്രെഡ് ക്രംസിനകത്ത് മുക്കി ഞാൻ ബാക്കി എല്ലാ പീസും അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കടയിൽ ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് നമുക്ക് കടയിൽ ഇതിടാം. ഞാൻ പാൻ ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്. ഇത് പിന്നെ വെജിറ്റബിളിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നേരം ഒന്ന് സ്ലോയിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പീസ് ബട്ടർ നമുക്ക് ചേർക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് ചിക്കൻ്റെ പീസ് വെക്കാം. സ്ലോയിൽ നമ്മൾ 2 സൈഡും ഒന്ന് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ 2 സൈഡും ഒന്ന് മറിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിളിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഇതൊന്നുകൂടെ വേവിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് റെഡിയായി വരുന്ന സമയത്തിന് ഞാൻ ബാക്കി നമ്മുടെ വെജിറ്റബിൾ എല്ലാം ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി നേരം മൂടി വെക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പീസ് എല്ലാം ഒന്ന് തിരിച്ച് വെക്കാം. എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നുണ്ട്. വേഗത്തില്ല, വേകാൻ വേണ്ടി നമുക്ക് ഒന്നും കൂടി പിന്നെ ഇടേണ്ടി വരും. ഇനി ഒന്നും കൂടി മൂടി 2 സൈഡും ആകുന്നത് വരെ വെക്കാം. ഒരു 5 മിനിറ്റ് കൂടെ സ്ലോയിൽ വെക്കാം. ആ സമയത്ത് ഞാൻ ഈ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾ എല്ലാം നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ബേബി കോൺ ഉണ്ട്, ബാർക്കോളി ഉണ്ട്, പൊട്ടറ്റോ,
മഷ്റൂം എല്ലാം നമ്മൾ ഈ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഞാൻ ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് നമുക്ക് കുക്കറിൽ ഒരു വിസിലടിക്കുന്ന ഒന്ന് സ്റ്റീം ചെയ്തിടலாம். ഞാൻ കുക്കറിൽ ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് എടുക്കാം. നമ്മുടെ ചിക്കനെ നമുക്ക് ഇപ്പം മാറ്റാം. പീസെല്ലാം നമുക്ക് എടുക്കാം ഇങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കടയിൽ വെച്ചിട്ട് നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്ര ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമ്മൾ ഒത്തിരി ഫ്രൈ ആക്കണ്ട. എല്ലാ പീസും ഞാൻ ഒന്ന് കടയിൽ നിന്ന് മാറ്റാം. ഞാനിപ്പോൾ ഒരു വലിയ പാൻ ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ വെജിറ്റബിളും ചിക്കനും എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് വേവിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വലിയൊരു കടയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് ഒരു 2 സ്പൂൺ ബട്ടർ ചേർക്കാം. നമ്മൾ ക്രീമി ചിക്കനാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത്തിരി ബട്ടർ കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കേണ്ടവർക്കാണെങ്കിലും എണ്ണയാണെങ്കിലും ഇടാം. ടേസ്റ്റ് വ്യത്യാസം വരാൻ വേണ്ടി നമ്മൾ ബട്ടറാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ആദ്യം തന്നെ ഈ ടൊമാറ്റോയോ ഇതുകൊണ്ടുള്ള ഇത്ര വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സിംല മിർച്ച് ചേർക്കേണ്ടതാണ്. ഇത് ആദ്യം ഒന്ന് വഴന്നിട്ട് ബാക്കി ചേർക്കാം. അപ്പം നമ്മുടെ സവോളയൊക്കെ കണ്ട് ഒരുവിധം വാടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഈ സിംല മിർച്ച് ചേർക്കാം. സിംല മിർച്ച് നമ്മൾ ഒത്തിരി വെന്ത് പോകണ്ട, അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇതും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴലുന്നവരെ നമുക്ക് നോക്കാം. നമ്മുടെ ക്യാപ്സിക്കമൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടി ഒക്കെ ചേർക്കാം. ഈ വെജിറ്റബിൾ നമ്മൾ ഉപ്പ് ഇട്ടാണോ ഒന്ന് കുക്കറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിലടിച്ചതേ ഉള്ളൂ, ഓവർ കുക്ക് ആവണ്ട, അല്ലെങ്കിൽ അതിൻ്റെ കളറെല്ലാം അങ്ങ് പോകും. അപ്പം നമ്മൾ ഈ ചില്ലി ഫ്ലേക്ക് എടുത്തിട്ടുണ്ട്. വേറെ നമ്മൾ എരിവൊന്നും അധികം ഇടുന്നില്ല, അതുകൊണ്ട് ഒരു ചെറിയ 2 സ്പൂൺ ചില്ലി ഫ്ലേക്ക് ഞാൻ ഇടുന്നുണ്ട്. അതൊക്കെ പിന്നെ ആവശ്യമനുസരിച്ച് നമുക്ക് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർക്കാം. ഈ സമയത്ത് ഇതുണ്ട്, ഞാൻ ഈ വെജിറ്റബിൾ എല്ലാം ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തതേ ഉള്ളൂ. അപ്പച്ചമ്പിൻ്റെ തട്ടയിൽ വെച്ച് ആവി കയറ്റിയാലും മതി. പൊട്ടറ്റോ ഒക്കെ ഒന്നൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ ഞാൻ ഒരു വിസിൽ അടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഈ സമയത്ത് ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കാം. ഇത് നമ്മളൊരു കംപ്ലീറ്റ് മീലായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചിക്കൻ കറിയായിട്ട് മാത്രമല്ല, ഒരു ക്രീമി ചിക്കനും വെജിറ്റബിളും മിക്സ് ആയിട്ടാണ്. നമ്മൾ ഈ സമയത്ത് ഇതിനകത്ത് ഒരു വലിയ സ്പൂൺ സോയാ സോസ് കൂടെ ചേർക്കാം. ഇതെല്ലാം നമ്മളൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മളിനി ഈ ചിക്കൻ്റെ പീസ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് വെക്കുകയാണ്. അത് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് സ്ലോയിൽ ഗ്യാസ് ഒന്ന് നമുക്ക് അടപ്പ് വെച്ച് ഒന്ന് മൂടി വെക്കാം. ഈ ചിക്കൻ്റെ പീസെല്ലാം ഞാനിങ്ങനെ സെൻറ്ററിലോട്ടൊന്ന് വെക്കുവാണ്. നമുക്കൊന്ന് മൂടി വേവിക്കാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. വെജിറ്റബിളൊക്കെ ഒന്ന് ചിക്കൻ്റെ മേളിലോട്ടൊന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് മൂടിയൊന്ന് നമുക്ക് നല്ലപോലെ വേവിക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ വെള്ളം നമ്മൾ ഈ സൈഡിൽ കൂടെ ഒന്ന് ഒഴിക്കാം. അപ്പോൾ ഇതൊന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇനി ഞാൻ ഇതൊരു ലിഡ് വെച്ച് ഒരു 5 മിനിറ്റ് സ്ലോയിൽ, നമുക്ക് ഒത്തിരി ഇട്ട് ഇളക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി ഒന്ന് വെക്കുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ചിക്കനൊക്കെ നല്ല പീസായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇപ്പം ഞാൻ ഒരു 5 മിനിറ്റ് സ്ലോയിൽ ഇതൊന്ന് മൂടി നമുക്ക് വെക്കാം. നമ്മുടെ ചിക്കനൊന്ന് നോക്കാം. അപ്പം നല്ല കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിളൊക്കെ നല്ലൊരു വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഉണ്ട്, നമുക്ക് ഇതിനി നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റാം. നമ്മുടെ ക്രീമി ചിക്കൻ വിത്ത് വെജിറ്റബിൾ റെഡിയാണ്. ഇതിനകത്ത് നമ്മൾ മഷ്റൂമും ബേബി കോണും ബ്രോക്കോളിയൊക്കെ എടുത്തിരിക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ഐറ്റമൊക്കെയാണ് ഉള്ളത്. ഇതിൻ്റെ കൂടെ ഞാൻ ബ്രെഡ് എടുക്കുന്നുണ്ട് കഴിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ റൈസ് ആണെങ്കിലും കൂട്ടാം. ഇങ്ങനെ തന്നെ ആണെങ്കിലും കഴിക്കാൻ നല്ലൊരു മീലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റിയാണ്.